ഹലോ. അപ്പോൾ നമുക്കിന്ന് മുളക് പൊടി ട്രൈ ചെയ്താലോ? അപ്പോൾ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് കടുക്, ഉലുവ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളി ശരിക്കും വെള്ളത്തോടുകൂടിയാണ് ഇട്ടത്. അപ്പോഴത്തേക്കും മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ അത് നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. പച്ചമുളക് കഴുകി വൃത്തിയാക്കി നെടുകെ ചെറുതായിട്ട് കീറിയതാണ്. നന്നായിട്ട് മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടാണ് ഞാൻ ഈ ഐറ്റം ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനകത്ത് വാളംപുളി പിഴിഞ്ഞെന്നാണ് ഒഴിച്ചിരിക്കുന്നത്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടത് കുറുകി വരണം. പിന്നെ ഞാൻ അതിനകത്ത് ചെറുതായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചേർത്ത് ഇളക്കി നന്നായിട്ട് തണുക്കാൻ മാറ്റി വെച്ചിട്ട് വേണം കഴിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കാനാണ്. അപ്പോഴത്തേക്ക് മുളകിനകത്ത് പൊടിയൊക്കെ പിടിച്ചിട്ടൊരു പ്രത്യേകത മുളകച്ചാറ് കഴിക്കുന്നതിനൊക്കെ ഇരിക്കും. വെളുത്തുള്ളിക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് അന്നും കഴിക്കും, പിറ്റേന്നും കഴിക്കും. കുറച്ച് ദിവസം ഇത് ഇരിക്കും, കേടാവില്ല. പുളിയും ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ഐറ്റമാണ്. നമുക്ക് ഫുഡൊന്നും കറിയൊന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.